നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ആഴ്ചയെക്കുറിച്ചാണ്. നിങ്ങൾ അയച്ചു തന്ന ഈ ജ്യോതിഷപരമായ വിശകലനങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 5 പ്രത്യേക നക്ഷത്രക്കാർക്ക് ഇതൊരു വളരെ നിർണായകമായ ഒരാഴ്ചയായിരിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. ആ 5 നക്ഷത്രങ്ങൾ അശ്വതി, പൂരം, അനിഴം, വിശാഖം, പിന്നെ ചതയം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം, അല്ലേ? ഈ ആഴ്ച അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നൊരു വ്യക്തമായ ചിത്രം നൽകുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അശ്വതിന്ന് തന്നെ തുടങ്ങിയാലോ? മേടം രാശിക്കാര്, കേതുദശയിൽ ജനിച്ചവർ പൊതുവെ കുറച്ച് എടുത്തുചാട്ടം കൂടുതലുള്ളവരാണെന്ന് നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ആഴ്ച സംയമനം വളരെ പ്രധാനമാണെന്നും കാണുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് അവരുടെ തൊഴിൽ രംഗത്താണ്. ഓ, കരിയറിലാണോ? അതെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഉത്തരവാദിത്തം വരും. ഇതിന് ശരിക്കും അവരുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ എടുത്തുചാട്ടമെന്ന സ്വഭാവം ഒരു വെല്ലുവിളിയാകുന്നത്. പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് സാധാരണ നല്ലതാണ്, പക്ഷേ ഈ പുതിയ ഉത്തരവാദിത്തത്തിന് വേണ്ടത് കുറച്ചുകൂടി ക്ഷമയും ആലോചനയുമാണ്. മനസ്സിലായി. തുടക്കത്തിൽ വേഗത കുറച്ച് എല്ലാം പഠിച്ച് മുന്നോട്ട് പോകണം. ഇതിൽ പറയുന്നുണ്ട്, ആഴ്ചയുടെ തുടക്കത്തിൽ ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മനസ്സത്ര അനുകൂലമായിരിക്കില്ല. ഒരുപക്ഷെ ഈ പുതിയ ഉത്തരവാദിത്വത്തിന്റെ ഒരു സമ്മർദ്ദം കൊണ്ടാകാം, അല്ലേ? അതെ, തീർച്ചയായും. ഏതൊരു വലിയ മാറ്റം വരുമ്പോഴും തുടക്കത്തിൽ അങ്ങനെയൊരു അസ്വസ്ഥത സ്വാഭാവികമാണ്. പക്ഷെ വിഷമിക്കണ്ട, ബുധനാഴ്ചയോടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. ശരി. ഇതിലൊരു രസകരമായ നിർദ്ദേശമുണ്ട്. ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണെന്ന്. ഒരു മിനിറ്റ്, ചുവന്ന വസ്ത്രങ്ങളോ? അതെന്താ അങ്ങനെ? സാധാരണ പൂജയോ അങ്ങനെ എന്തെങ്കിലും അല്ലേ പറയാറ്? ഇതിനെന്തെങ്കിലും മനഃശാസ്ത്രപരമായ കാരണമുണ്ടോ? ഉണ്ട്. അതായത് ഇതൊരു വിശ്വാസം എന്നതിലുപരി ഓരോ നിറത്തിനും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ചുവപ്പ് നിറം എന്ന് പറയുന്നത് ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. അപ്പോൾ ആ ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ വരുന്ന ആത്മവിശ്വാസക്കുറവിനെ മറികടക്കാൻ ഇതൊരു സൈക്കോളജിക്കൽ ടൂൾ പോലെ സഹായിച്ചേക്കാം. കൊള്ളാം, അതൊരു പുതിയ അറിവാണ്. അപ്പോൾ അശ്വതിക്ക് കരിയറിലെ വെല്ലുവിളികൾ. അടുത്തത് പൂരൻ നക്ഷത്രമാണ്. ചിങ്ങം രാശി, ശുക്രന്റെ സ്വാധീനം. ഇത് നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന്റെ ആഴ്ചയാണെന്നാണല്ലോ സൂചന. അതെ, നിങ്ങൾ പറഞ്ഞതിന് ശരിയാണ്. അശ്വതിക്ക് പരീക്ഷണങ്ങളാണെങ്കിൽ പൂരത്തിന് ഇത് ആഘോഷമാണ്. കാരണം ശുക്രൻ എന്ന് പറയുന്നത് ആഡംബരത്തിന്റെയും സന്തോഷത്തിന്റെയും ഗ്രഹമാണ്. സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണിത്. വലിയ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. പിന്നെ കുറെ നാളായി അലട്ടുന്ന പഴയ കടങ്ങൾ വീട്ടാനും ഒരു വഴി തുറന്നു കിട്ടും. അതൊരു വലിയ ആശ്വാസമായിരിക്കും പലർക്കും. തീർച്ചയായും. കുടുംബത്തിലും സന്തോഷകരമായ വാർത്തകൾ വരുമെന്ന് കാണുന്നു. ഒരു മംഗളകർമ്മം, ഒരു വിവാഹകാര്യം ഉറപ്പിക്കുന്നതോ മറ്റോ ആകാം. പ്രണയിക്കുന്നവർക്ക് നല്ല മറുപടി കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? അതെ, എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ആഴ്ചയാണ്. പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പുമുണ്ട്. അതെന്താണ്? ഭാഗ്യം കൂടെയുണ്ടെന്ന് കരുതി അനാവശ്യമായി പണം ചെലവഴിക്കരുത്. അതായത് കയ്യിൽ കുറച്ച് പണം അധികം വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നൊരു സ്വഭാവം, അത് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ വന്നതുപോലെ തന്നെ അത് പോകും. ആ ഒരു കെണിയിൽ വീഴാതിരുന്നാൽ ഈ ഭാഗ്യത്തിന്റെ ഗുണം പൂർണ്ണമായി അനുഭവിക്കാം. അത് വളരെ പ്രായോഗികമായ ഒരു ഉപദേശമാണ്. അപ്പോൾ പൂരത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ പോകുന്നത് അനിഴ നക്ഷത്രത്തിലേക്കാണ്. വൃശ്ചികം രാശി. ഇവിടെ വിഷയം സാമൂഹികമായ അംഗീകാരങ്ങളാണ്. അതെ, ശനിയുടെ നക്ഷത്രമാണ് അനിഴം. ഇവർ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന ആഴ്ചയാണിത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണ്. വിസയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കുറെ നാളായി അനുഭവിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ വാർത്തയാണ്. കരിയറിൽ പുതിയ വാതിലുകൾ തുറക്കും. പിന്നെ ഇതിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടെന്നതാണ്. ഇതൊരു സാധാരണ സൗഹൃദം പുതുക്കൽ മാത്രമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും? അല്ല, വെറുമൊരു സൗഹൃദം പുതുക്കൽ മാത്രമല്ല. ചിലപ്പോൾ ആ കണ്ടുമുട്ടൽ ഒരു പുതിയ ബിസിനസ് ആശയത്തിലേക്ക് നയിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക്. ഓഹോ,
അതെ. അപ്പൊ പഴയ കോണ്ടാക്ട്സ് ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ ഈ അംഗീകാരങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഓടുമ്പോൾ ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട്. ശാരീരികമായി ക്ഷീണം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വിശ്രമം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന്. ശരി, അടുത്തത് വിശാഖം. വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ള നക്ഷത്രം തുലാം, വൃശ്ചികം രാശികളിലായി വരുന്നു. ഇവർക്ക് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന ആഴ്ചയാണ്. അതെ, വിശാഖത്തിന്റെ പ്രധാന തീം കഠിനാധ്വാനമാണ്. പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക്. അതെ, അവർക്ക് വലിയ ലാഭമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വസ്തു വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പ്രതീക്ഷിച്ചതിലും നല്ല വിലയ്ക്ക് ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഇത് നല്ല സമയമാണെന്ന് കാണുന്നുണ്ടല്ലോ. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും, മത്സരപരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും എന്നൊക്കെ പറ്റും. പക്ഷേ ഈ വ്യക്തിപരമായ നേട്ടങ്ങൾക്കിടയിൽ കുടുംബപരമായ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. നമ്മുടെ തിരക്കുകൾക്കിടയിൽ അവരെ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിശാഖത്തിന് കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ. ഇനി നമ്മുടെ അവസാനത്തെ നക്ഷത്രം ചതയം, കുംഭം രാശി. രാഹുവിന്റെ നക്ഷത്രമാണിത്. രാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അപ്രതീക്ഷിത സ്വഭാവം മനസ്സിലേക്ക് വരും. അത് ഈ ഫലങ്ങളിലും കാണുന്നുണ്ടോ? നല്ലൊരു നിരീക്ഷണമാണ്. അത് വ്യക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഫലങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം എന്ന് എടുത്തു പറയുന്നത്. രാഹു എപ്പോഴും പാരമ്പര്യേതരമായ കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ചേരുക, പുതിയ കഴിവുകൾ നേടുക. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, IT പോലുള്ള ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ കിട്ടാം. നിലവിലെ ജോലിയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മുന്നേറാൻ സാധിക്കും. അങ്ങനെ രാഹുവിന്റെ മറ്റൊരു സ്വഭാവമായ യാത്രകളും ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്രതീക്ഷിതമായ യാത്രകൾ വേണ്ടിവരുമെന്ന്. തുടക്കത്തിൽ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയാലും ഭാവിയിൽ ഗുണകരമാകുമെന്നും കാണുന്നു. അതെ, ഒരുപക്ഷെ ആ യാത്ര ഒരു പുതിയ അവസരത്തിലേക്കുള്ള വഴിയായിരിക്കാം. അതുകൊണ്ട് തുടക്കത്തിലെ ബുദ്ധിമുട്ട് കാര്യമാക്കേണ്ടതില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഇതിലുണ്ട്. യാത്രകളുമായി ബന്ധപ്പെട്ടാണോ? അതെ, വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ചെറിയ അശ്രദ്ധ പോലും അപകടങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് വേഗത കുറച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനമോടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഈ 5 നക്ഷത്രങ്ങളെയും ഒരുമിച്ച് നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ തീം, അതായത് അപ്രതീക്ഷിതമായ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും പല രൂപത്തിൽ വരുന്നുണ്ട്. അശ്വതിക്ക് അത് കരിയറിലെ ഒരു പുതിയ റോളാണ്. പൂരത്തിന് സാമ്പത്തിക ഭാഗ്യം, അനിഴത്തിന് സാമൂഹിക അംഗീകാരം, വിശാഖത്തിന് കഠിനാധ്വാനത്തിന്റെ ഫലം, പിന്നെ ചതയത്തിന് പുതിയ അറിവുകൾ. ശരിയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവചനങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ്. നമ്മുടെ പ്രയത്നത്തിനും പങ്കുണ്ടെന്ന്. അതെ, ഗ്രഹനില അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ പ്രയത്നത്തിനും ശ്രദ്ധയ്ക്കും വലിയൊരു പങ്കുണ്ട്. അവസരങ്ങൾ വരുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. മുന്നറിയിപ്പുകളെ ഒരു ദുരന്ത സൂചനയായി കാണരുത്, മറിച്ച് കരുതലെടുക്കാനുള്ള ഒരു സിഗ്നലായി കാണണം. അതെ, ഉദാഹരണത്തിന് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അപകടം ഉറപ്പായും സംഭവിക്കും എന്നല്ല. ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ വിശകലനം കേട്ട് കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ ആഴ്ചയുടെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായ ഒരു രൂപരേഖ കിട്ടി. ഈ അറിവ് കയ്യിലിരിക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി വെറുതെ കാത്തിരിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി ഈ ആഴ്ചയെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കും? അതാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം.